ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ടോപ്പിക്കാണ് DRDO ആണ് കേട്ടോ. DRDO എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ DRDOനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ DRDOയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ എക്സാമിന് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ക്ലാസ് ഫുള്ള് കാണാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. DRDO എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അതായത് ഡിഫൻസ്, നമ്മുടെ പ്രതിരോധം അല്ലെ, നമ്മുടെ ഡിഫൻസിനകത്തുള്ള റിസർച്ചും അതിനകത്തുള്ള ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ DRDOയുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിരോധം തന്നെ അല്ലെ, ഇന്ത്യൻ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് DRDOയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആയുധ നിർമ്മാണങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെയാണ് DRDOയിൽ പറയുന്നത്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. എന്നാണ് സ്ഥാപിതമായിട്ടുള്ളത്? 1958 1958 DRDO സ്ഥാപിതമായത്. ഓർത്തു വെച്ചേക്ക്, 1958. അപ്പൊ നമ്മുടെ DRDO എന്ന് പറഞ്ഞാൽ, ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫൻസ് ആണ്. നമ്മുടെ ഡിഫൻസ് ഒക്കെ വീക്ക് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് 8ന്റെ പണി കിട്ടും അല്ലെ, 8ന്റെ പണി കിട്ടും. അങ്ങനെ നമുക്കൊന്ന് ഓർത്തു വെക്കാം. 1958 സ്ഥാപിതമായിട്ടത്. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹി ആണ് കേട്ടോ. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണ്. DRDO ഭവൻ എവിടെയാണ്? ന്യൂഡൽഹി. ആപ്തവാക്യം എന്താ? സ്ട്രെങ്സ് ഒറിജിൻ എസെൻസ് സയൻസ്. സ്ട്രെങ്സ് ഒറിജിൻ എസെൻസ് സയൻസ്, അതായത് ശക്തിയുടെ ഉത്ഭവം ശാസ്ത്രമാണ്, ശക്തിയുടെ ഉത്ഭവം സയൻസ് ആണ് അല്ലെങ്കിൽ ശാസ്ത്രമാണ് എന്നുള്ളതാണ് DRDOയുടെ ആപ്തവാക്യം. ഇനി പ്രസന്റ് ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ സമീർ വി കമത്ത് ആണ്. ആരാണ്? ഡോക്ടർ സമീർ വി കമത്ത്. അതേപോലെ തന്നെ കറന്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രാജ്നാഥ് സിംഗ് ആണ്. രാജാക്കന്മാരൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ, രാജ്നാഥ് സിംഗ്. അപ്പൊ രാജാക്കന്മാരൊക്കെ ഈ യുദ്ധമൊക്കെ ചെയ്യില്ലേ ഡിഫൻസിനൊക്കെ വേണ്ടിയിട്ട്, അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർക്കാം. രാജ്നാഥ് സിംഗ് ആണ് കറന്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഒന്നുകൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ, DRDO എന്ന് പറഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ, പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അതിനകത്ത് റിസർച്ചും ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് DRDO എന്ന് പറയുന്നത്. സ്ഥാപിതമായിട്ടുള്ളത് 1958 ആസ്ഥാനം ന്യൂഡൽഹി. ആപ്തവാക്യം സ്ട്രെങ്സ് ഒറിജിൻ എസെൻസ് സയൻസ്. പ്രസന്റ് ചെയർമാൻ ഡോക്ടർ സമീർ വി കമത്ത്. രാജ്നാഥ് സിംഗ് ആണ് കറന്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ ഈ DRDOയുടെ മേൽനോട്ട നിയന്ത്രണ ചുമതല ആരുടെ കീഴിലാണ്? കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് കേട്ടോ. മേൽനോട്ട നിയന്ത്രണ ചുമതല കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. DRDO പരാജയപ്പെട്ടിട്ടുള്ള ആദ്യകാല മിസൈൽ ഗവേഷണ പദ്ധതികൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. DRDOയുടെ പരാജയപ്പെട്ടിട്ടുള്ള ആദ്യകാല മിസൈൽ ഗവേഷണ പദ്ധതികളിലെ ഒന്നാണ് പ്രൊജക്ട് ഇൻഡിഗോ. 1960 കേട്ടോ പ്രൊജക്ട് ഇൻഡിഗോ. അപ്പൊ അത് സാം ആണ്. സാം എന്ന് പറഞ്ഞാൽ സർഫസ് ടു എയർ മിസൈൽ ആണ് കേട്ടോ. സർഫസിൽ നിന്ന് എയറിലേക്കുള്ള മിസൈലാണ്. അപ്പം അതൊരു ഫെയിലിയർ ആയിരുന്നു, അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം, അതായത് പ്രൊജക്ട് ഇൻഡിഗോയ്ക്ക് സഹകരിച്ചുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ആണ്. ഏത് രാജ്യമാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. അതിനുശേഷമാണ് പ്രൊജക്ട് ഡെവിളും പ്രൊജക്ട് വാലിയന്റും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ പ്രൊജക്ട് ഡെവിള് 1970, പ്രൊജക്ട് ഡെവിളും പ്രൊജക്ട് വാലിയന്റും വന്നിട്ടുള്ളത് 1970-കളിലാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ DRDO സ്ഥാപിതമായുള്ളത് 1958 ശേഷം 2 വർഷത്തിന് ശേഷം പ്രൊജക്ട് ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യകാലം മിസൈൽ ഗവേഷണ പദ്ധതി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല, ഫെയിലിയർ ആയിരുന്നു. അതിന് സഹകരിച്ചുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ആണ്. അതിനുശേഷം 1970-കളിലാണ് പ്രൊജക്ട് ഡെവിളും പ്രൊജക്ട് വാലിയന്റും വന്നിട്ടുള്ളത്. അതും അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. പിന്നെ 1983 ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1983 IGMDP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം വന്നു. എന്താ IGMDP? MDP എന്ന് പറഞ്ഞാൽ എന്താ? മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ IG എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ എന്നാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 1983 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പഠിച്ചു വെച്ചേക്കുക, 1983 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇനി ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ അതിന്റെ മെയിൻ ബുദ്ധി കേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഹെഡ് ആരുടെ ബ്രെയിൻ ആയിരുന്നു ഇതിന്റെ പുറകിൽ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ആണ് കേട്ടോ. APJ അബ്ദുൽ കലാമിന്റെ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നു കേട്ടോ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? APJ അബ്ദുൽ കലാം. അല്ലെങ്കിൽ ആരുടെ ആശയാവിഷ്കരണമാണ് IGMDP എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരുടെയാണ്? APJ അബ്ദുൽ കലാം. ഇനി IGMDPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈദരാബാദ് ആണ്. എവിടെയാണ്? ഹൈദരാബാദ്.
അപ്പൊ ഒന്നും കൂടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ 1958 DRDO ഫോം ചെയ്തിട്ടുള്ളത്. 58 കഴിഞ്ഞ് 1960 എന്താ വന്നിട്ടുണ്ടായിരുന്നേ പ്രൊജക്ട് ഇൻഡിഗോ, അത് ഫെയിലിയർ ആയിരുന്നു. 70 പ്രൊജക്ട് വാലിയന്റും അതുപോലെ തന്നെ പ്രൊജക്ട് ഡെവിളും അതും ഫെയിലിയർ ആയിട്ട് വന്നു. പ്രൊജക്ട് ഇൻഡിഗോയ്ക്ക് സഹകരിച്ചിട്ടുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. പിന്നെ 1983 IGMDP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബുദ്ധി കേന്ദ്രം ആരുടെ ആയിരുന്നു? APJ അബ്ദുൽ കലാമിന്റെ ആണ് അല്ലെ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഒക്കെ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? IGMDPയുടെ ഹൈദരാബാദിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിയാണല്ലോ. ഇന്ത്യയിൽ മിസൈലുകൾ ഡിസൈൻ ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ASL ആണ് കേട്ടോ. ASL എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് സിസ്റ്റം ലബോറട്ടറി ആണ്. എന്താണ്? അഡ്വാൻസ് സിസ്റ്റം ലബോറട്ടറി. എവിടെയാണ് അതിന്റെ ആസ്ഥാനം? ഹൈദരാബാദ് ആണ്. അപ്പൊ ഇന്ത്യയിൽ മിസൈലുകൾ ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ ASL. അതേപോലെ ഇന്ത്യയിൽ മിസൈൽ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാരത് ഡൈനാമിക്സിലാണ്. എവിടെയാണ്? ഭാരത് ഡൈനാമിക്സ്, അതും ഹൈദരാബാദ് തന്നെ. ഇനി മിസൈൽ പരീക്ഷിക്കുന്ന എവിടെയാ? ഒറീസയിലെ ചാന്ദിപ്പൂരിലെ വീലർ ദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലാണ് കേട്ടോ. ഒറീസയിലെ വീലർ ദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലാണ് മിസൈൽ പരീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ്സ് ഒന്ന് വേഗം പഠിച്ചോ. ഇന്ത്യയിൽ മിസൈലുകൾ ഡിസൈൻ ചെയ്യുന്നത്, നല്ല അസലായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആലോചിക്കുക. ASL, അസൽ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അഡ്വാൻസ് സിസ്റ്റം ലബോറട്ടറി, ആസ്ഥാനം ഹൈദരാബാദ്. ഇന്ത്യയിൽ മിസൈൽ നിർമ്മിക്കുന്നത് എവിടെയാ? ഭാരതത്തിൽ തന്നെയാണെന്ന് ആലോചിക്കുക. ഭാരത് ഡൈനാമിക്സ് ആണ്, ഹൈദരാബാദ്. മിസൈൽ പരീക്ഷിക്കുന്നത് എന്തായാലും ഒരു ഐലൻഡിലായിരിക്കുമല്ലോ, ആൾക്കാരൊന്നും അധികം ഇല്ലാത്ത ഒരു വീലർ ദ്വീപ്, ഒരു വീലർ ഐലൻഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഒറീസയിലാണ് കേട്ടോ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൃഥ്വി ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഏതാണ്? പൃഥ്വി ബാലിസ്റ്റിക് മിസൈൽ. ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വി ബാലിസ്റ്റിക് മിസൈൽ. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഉയരത്തിലൊക്കെ പറക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ. അതുപോലെ തന്നെ വിക്ഷേപണ ശേഷവും നമുക്ക് അതിനൊരു പെർട്ടിക്കുലർ ടൈം വരെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയും. എളുപ്പത്തിലൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വി ബാലിസ്റ്റിക് മിസൈൽ. അത് സർഫസ് ടു സർഫസ് മിസൈൽ ആണ്. പൃഥ്വി എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഭൂമി. അപ്പൊ നമ്മുടെ സർഫസ് ടു സർഫസ് മിസൈൽ ആണ്. അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് കേട്ടോ. ഷോർട്ട് റേഞ്ച് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി പൃഥ്വിയിൽ തന്നെ നമുക്ക് 3 എണ്ണം പഠിക്കാനുണ്ട് ഓപ്പറേഷണൽ റേഞ്ച് വെച്ചിട്ട് കേട്ടോ. പൃഥ്വി 1, പൃഥ്വി 2, പൃഥ്വി 3. പൃഥ്വി 1 എന്ന് പറയുന്നത് 150 to 300 കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ. 150 to 300 കിലോമീറ്റർ. പൃഥ്വി 2 എന്ന് പറയുമ്പോൾ 2 വെച്ചിട്ട് തന്നെ 250 to 350. പൃഥ്വി 3 എന്ന് പറയുമ്പോൾ 350, 3 വെച്ചിട്ട് തന്നെ അല്ലെ, 3 അല്ല, അപ്പൊ 350 to 750 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വി ബാലിസ്റ്റിക് മിസൈൽ. പിന്നെ സർഫസ് ടു സർഫസ് ആണ്, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണെന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിക്ക് കൈമാറിയിട്ടുള്ള ആദ്യ മിസൈലാണ് കേട്ടോ, ഓർത്ത് വെക്കുക. ഇന്ത്യൻ ആർമിക്ക് കൈമാറിയിട്ടുള്ള ആദ്യ മിസൈലാണ് IGMDP, അതായത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യ മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൃഥ്വി 1 ആണ്. പഠിച്ചു വെച്ചേക്കുക. IGMDPയുടെ കീഴിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ മിസൈൽ ഏതാണ്? പൃഥ്വി 1. ഇനി പൃഥ്വി 1ന്റെ തന്നെ നാവിക പതിപ്പാണ് ധനുഷ്. വേണമെങ്കിൽ പ്രസ്താവന അടുത്തുള്ള ചോദ്യം വരാം, ശ്രദ്ധിച്ചേക്കുക. പൃഥ്വി 1ന്റെ നാവിക പതിപ്പാണ് ധനുഷ്. പൃഥ്വി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭൂമിയല്ലേ. ഭൂമിയിലാണ് നമ്മുടെ സിനിമ നടൻ ധനുഷ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ധനുഷ്, പൃഥ്വിയുടെ നാവിക പതിപ്പാണ് ധനുഷ്. അതേപോലെ തന്നെ അതിന്റെ വിക്ഷേപണ പരിധി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 350 കിലോമീറ്റർ ആണ്. എത്രയാണ്? 350 കിലോമീറ്റർ. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ആദ്യ ഷിപ്പ് ടു ഷിപ്പ് മിസൈൽ ആണ് ധനുഷ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ആദ്യ ഷിപ്പ് ടു ഷിപ്പ് മിസൈൽ ആണ് ധനുഷ്. അപ്പൊ നമ്മുടെ ധനുഷ് നടൻ മാരിയൻ ഫിലിമിനകത്ത് ഷിപ്പുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ? അങ്ങനെ ഓർത്ത് വയ്ക്കുക. ധനുഷ് ഷിപ്പ് കേട്ടോ. ധനുഷ് ഷിപ്പ് വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം അല്ലെ. ഷിപ്പ് ടു ഷിപ്പ് മിസൈൽ ആണ്. ഇനി അതേപോലെ തന്നെ ധനുഷ് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത് INS സുഭദ്ര എന്ന യുദ്ധ കപ്പലിൽ നിന്നാണ് കേട്ടോ. INS സുഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധ കപ്പലിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകളൊന്ന് വേഗം മനസ്സിലേക്ക് കൊണ്ടുവന്നേ. IGMDPയുടെ കീഴിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ മിസൈൽ ഏതാ? പൃഥ്വിയാണ്. പൃഥ്വിയുടെ നാവിക പതിപ്പ് ഏതാ? ധനുഷാണ് അല്ലെ. അതിന്റെ വിക്ഷേപണ പരിധി 350 കിലോമീറ്റർ. ഷിപ്പ് ടു ഷിപ്പ് മിസൈൽ ആണ്. പിന്നെ ധനുഷ് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത് INS സുഭദ്ര എന്ന യുദ്ധ കപ്പലിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇത്ര ഒക്കെയാണല്ലോ. അപ്പൊ പൃഥ്വി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ആണ്. അതുപോലെ തന്നെ അത് ഷോർട്ട് റേഞ്ച് ആണ്. അതിന്റെ ദൂരപരിധി അല്ലെങ്കിൽ അതിന്റെ വിക്ഷേപണ പരിധി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗ്നി എന്ന് പറഞ്ഞിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അഗ്നിനകത്ത് തന്നെ അഗ്നി 1 ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. അഗ്നി 1ന്റെ വിക്ഷേപണ പരിധി 700 to 1200 കിലോമീറ്റർ ആണ്. എത്രയാണ്? 700 to 1200 കിലോമീറ്റർ. അഗ്നി 2 എന്ന് പറയുന്ന പോലെ തന്നെ 2000 കിലോമീറ്റർ കേട്ടോ. സർഫസ് ടു സർഫസ് മീഡിയം റേഞ്ച് മിസൈൽ ആണ്. മീഡിയം ആണ്. 2000 കിലോമീറ്റർ ആണ്. അഗ്നി 3 സർഫസ് ടു സർഫസ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഇന്റർമീഡിയറ്റ് ആണ് കേട്ടോ. 2500 കിലോമീറ്റർ ആണ് അതിന്റെ വിക്ഷേപണ പരിധി വരുന്നത്.
പിന്നെയുള്ളത് അഗ്നി 4 ആണ്. അഗ്നി 4ന്റെ വിക്ഷേപണ പരിധി എന്ന് പറയുന്നത് 3500 കിലോമീറ്റർ ആണ് കേട്ടോ. 3500 കിലോമീറ്റർ. അവിടെ യൂസ് ചെയ്യുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് മിസൈൽ ആണ്. സൊഫിസ്റ്റിക്കേറ്റഡ് മിസൈൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മിസൈലാണ് ഈ പറഞ്ഞിട്ടുള്ള അഗ്നി 4 കേട്ടോ. അപ്പോൾ സൊഫിസ്റ്റിക്കേറ്റഡ് മിസൈലാണ്. വിക്ഷേപണ പരിധി എത്രയാണ്? 3500 കിലോമീറ്റർ ആണ്. അഗ്നി 4ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ടെസ്സി തോമസ്. പഠിച്ചു വെച്ചേക്കാരാണ് ടെസ്സി തോമസ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ടെസ്സി തോമസ് ആണ് അഗ്നി 4ന്റെ പ്രൊജക്ട് ഡയറക്ടർ കേട്ടോ. അതേപോലെ തന്നെ അഗ്നി 5യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിലും ടെസ്സി തോമസ് തന്നെയാണ്. അപ്പൊ അഗ്നി 5 എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ആദ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി 5. പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അഗ്നി 5 എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇന്ത്യയുടെ ആദ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി 5. ദൂരപരിധി വിക്ഷേപണ പരിധി എത്രയാ? 5000 കിലോമീറ്റർ. അഗ്നി 5 എന്ന് പറയുന്ന പോലെ തന്നെ 5000 കിലോമീറ്റർ ആണ്. പ്രൊജക്ട് ഡയറക്ടർ ടെസ്സി തോമസ് തന്നെ കേട്ടോ. അപ്പൊ ഇതെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ് ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? നമ്മുടെ APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യയുടെ ആദ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അഗ്നി 5 ആണ്. അതിന്റെ വിക്ഷേപണ പരിധി 5000 കിലോമീറ്റർ ആണ്. ഇത്ര ഓക്കെയാണല്ലോ. ഇനി അഗ്നി 6 ഉണ്ട്. അത് ലേറ്റസ്റ്റും അതുപോലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ ആണ് അഗ്നി 6. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 12,000 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത് കേട്ടോ. എത്രയാണ്? 12,000 കിലോമീറ്റർ. ഇനി അടുത്ത് നമുക്ക് നോക്കാം സർഫസ് ടു എയർ മിസൈൽ ആണ് കേട്ടോ. സർഫസിൽ നിന്ന് എയറിലേക്കുള്ള മിസൈൽ ഏതൊക്കെയാണ്? തൃശൂൽ ഉണ്ട്. തൃശൂൽ മിസൈലും അതുപോലെ തന്നെ ആകാശ് മിസൈൽ. അപ്പൊ പേര് പറയുന്ന പോലെ തന്നെ തൃശൂൽ, ശൂലമൊക്കെ ആലോചിക്കുക അല്ലെ. സർഫസിൽ നിന്ന് എയറിലേക്കല്ലേ പോകുന്നത്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. തൃശൂൽ മിസൈലും അതുപോലെ തന്നെ ആകാശ് മിസൈലും കേട്ടോ. അപ്പൊ ഇത് സർഫസ് ടു എയർ ആണ്. ഷോർട്ട് റേഞ്ച് ആണ് കേട്ടോ. അത് രണ്ടും ഷോർട്ട് റേഞ്ച് ആണ്. ഷോർട്ട് റേഞ്ച് മിസൈൽ ആണ്. ആകാശ് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം ആകാശത്തിലേക്ക് അല്ലെ. അപ്പൊ സർഫസിൽ നിന്ന് ആകാശത്തിലേക്ക്. അപ്പൊ തൃശൂൽ മിസൈലും ആകാശ് മിസൈലും സർഫസ് ടു എയർ മിസൈൽ ആണ്. ഇനി ആകാശ് മിസൈൽ ഇമ്പോർട്ടന്റ് ആണ്. 2021 ഇത് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത് കേട്ടോ. എന്നാണ് 2021 വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇന്ത്യയുടെ അഭിമാന മിസൈൽ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയിട്ടുള്ള മിസൈൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആകാശ് മിസൈലാണ്. അപ്പൊ നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ അഭിമാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനമൊക്കെ വന്നു കഴിയുമ്പോൾ ആകാശത്തോളം നമ്മൾ ഉയർന്നു എന്ന അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പം ഇന്ത്യയുടെ അഭിമാന മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആകാശ് മിസൈലാണ്. മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയിട്ടുള്ള മിസൈലാണ് ആകാശ് മിസൈൽ. ആകാശിന്റെ നവീകരിച്ചിട്ടുള്ള പതിപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആകാശ് 1S ആണ് കേട്ടോ. ഏതാണ്? ആകാശ് 1S. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞ സർഫസ് ടു എയർ മിസൈൽ ആണ്. ഏതൊക്കെ? തൃശൂർ മിസൈലും അതുപോലെ തന്നെ ആകാശ് മിസൈൽ അല്ലെ. ഇനി ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആന്റി ടാങ്ക് മിസൈൽ അല്ലെങ്കിൽ ടാങ്ക് വേദ മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാഗ് ആണ്. ഏതാണ്? നാഗ്. അതായത് ടാങ്കിനൊക്കെ നശിപ്പിക്കുക അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള നാഗ് മിസൈൽ. ഓക്കെ, ആന്റി ടാങ്ക് മിസൈൽ ആണ്. സർഫസ് ടു സർഫസ് ഗൈഡഡ് മിസൈൽ ആണ് കേട്ടോ. സർഫസ് ടു സർഫസ് ഗൈഡഡ് മിസൈൽ. ഇനി ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. ആന്റി ടാങ്ക് ആണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരാമല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ നാഗുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ ടാങ്കിനകത്തൊരു പാമ്പിനെ കണ്ടതായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആന്റി ടാങ്ക് മിസൈൽ ആണ്. അതുപോലെ തന്നെ പാമ്പൊക്കെ ഇങ്ങനെ സർഫസിലായിരിക്കില്ലേ. സർഫസ് ടു സർഫസ് ഗൈഡഡ് മിസൈൽ ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നാഗിന്റെ തന്നെ വേറൊരു പതിപ്പാണ് ഹെലിന എന്ന് പറഞ്ഞിട്ടുള്ള മിസൈൽ. എന്താണ്? ഹെലിന. ഓർത്ത് വെക്കണേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തായിരുന്നു? പൃഥ്വിയുടെ മറ്റൊരു പതിപ്പാണ് ധനുഷ്. അതേപോലെ തന്നെ നാഗിന്റെ പതിപ്പാണ് ഹെലിന മിസൈൽ. ഹെലിന എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഹെലികോപ്റ്റർ. ഹെലിന അതല്ല, ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് നാഗാണ്. അതാണ് ഈ എന്നെ വന്നിട്ടുള്ളത് കേട്ടോ. ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് നാഗാണ് ഹെലിന എന്ന് പറഞ്ഞിട്ടുള്ള മിസൈൽ. അത് മെയിൻ ആയിട്ട് ഇന്ത്യൻ ആർമിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നാഗിന്റെ പതിപ്പാണ് ഹെലിന. ഹെലിന എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് നാഗാണ് എന്നൊക്കെ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നാഗവും എലിയുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. നാഗം പാമ്പ് എലിനെയല്ലേ കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നാഗിന്റെ പതിപ്പാണ് ഹെലിന. ഇനി എയർക്രാഫ്റ്റിൽ നിന്ന് ടാങ്ക് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ധ്രുവസ്ത്ര. എയർക്രാഫ്റ്റിൽ നിന്നാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഹെലിന എന്തായിരുന്നു? അതായത് ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് നാഗാണ്. ഓക്കെ, ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് നാഗാണ് ഹെലിന. നാഗ് എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ആന്റി ടാങ്ക് മിസൈലാണ്. ധ്രുവസ്ത്ര എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൽ നിന്ന് ടാങ്ക് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ധ്രുവസ്ത്ര മെയിനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ധ്രുവസ്ത്ര മെയിനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ്. എയർക്രാഫ്റ്റ് അല്ല, അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ബ്രഹ്മോസ് മിസൈൽ കേട്ടോ. ബ്രഹ്മോസ് മിസൈൽ. ഓക്കെ, അപ്പൊ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും കൂടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൂപ്പർ സോണിക് മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും അതുപോലെ തന്നെ റഷ്യയും.
അപ്പൊ നമ്മുടെ ഇന്ത്യയിലത്തെ ബ്രഹ്മപുത്രയും അതുപോലെ തന്നെ റഷ്യയിലെ മോസ്ക്വ എന്ന് പറഞ്ഞിട്ടുള്ള നദിയും ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വന്നിട്ടുള്ളത് കേട്ടോ. ഈ പേര് നൽകിയിട്ടുള്ളത് APJ അബ്ദുൽ കലാം ആണ്. പേര് നൽകിയിട്ടുള്ളത് APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യയും റഷ്യയും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൂപ്പർസോണിക് മിസൈൽ ആണ് ബ്രഹ്മോസ് മിസൈൽ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള ക്രൂയിസ് മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മോസ് മിസൈൽ ആണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ്. അപ്പൊ നമുക്കറിയാം ഈ സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സൗണ്ടിന്റെ വേഗതയുടെ 2 ഇരട്ടിയാണ് അല്ലെ. സൗണ്ടിന്റെ വേഗതയുടെ 2 ടൈംസ് ആണ്. ഹൈപ്പർസോണിക് ആണെങ്കിൽ 5 ടൈംസ് 5 ടൈംസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു സൂപ്പർ മാർക്കറ്റിനേക്കാളും വലുതാണ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പൊ ഹൈപ്പർസോണിക് ആണെങ്കിൽ 5 ടൈംസ് കേട്ടോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രഹ്മോസ് മിസൈൽ. അതിന്റെ വിക്ഷേപണ പരിധി എന്ന് ഓർത്ത് വെച്ചേക്കുക 300 കിലോമീറ്റർ ടു 500 കിലോമീറ്റർ ആണ്. എത്രയാണ്? 300 കിലോമീറ്റർ ടു 500 കിലോമീറ്റർ. ഇനി ഈ ബ്രഹ്മോസ് മിസൈലിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പഠിച്ചു വെച്ചേക്കുക, ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്നുള്ളതാണ് കേട്ടോ. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഫയർ ആൻഡ് ഫോർഗെറ്റ്. അതായത് നമ്മൾ അതിനെ ഫയർ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് മറന്നേക്കുക എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഫയർ ആൻഡ് ഫോർഗെറ്റ് ആണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണ്ടേ? ഇന്ത്യയും റഷ്യയും കൂടി ചേർന്നിട്ട് വികസിപ്പിച്ചിട്ടുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ആണ്. ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള ക്രൂയിസ് മിസൈൽ, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ, വിക്ഷേപണ പരിധി 300 കിലോമീറ്റർ ടു 500 കിലോമീറ്റർ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പേര് നൽകിയിട്ടുള്ളത് അബ്ദുൽ കലാം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ വിക്ഷേപണ പരിധി എന്ന് പറയുന്നത് 300 കിലോമീറ്റർ ടു 500 കിലോമീറ്റർ ആണ്. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയാ, ഒരു വിക്ഷേപണ പരിധി കൂട്ടാൻ വേണ്ടിയിട്ട് അടുത്ത മിസൈൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? നിർഭയ കേട്ടോ. അപ്പൊ നിർഭയ എന്ന് പറയുന്നത് നോക്കി, അതിന്റെ വിക്ഷേപണ പരിധി 1000 കിലോമീറ്റർ വരെ എത്തി. നിർഭയ 1000 കിലോമീറ്റർ, ഒരു ഭയം ഇല്ലാണ്ട് 1000 കിലോമീറ്റർ വരെ എത്തി എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അത് സബ്സോണിക് ക്രൂയിസ് മിസൈൽ ആണ്. സബ്സോണിക് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ടിന്റെ വേഗതയേക്കാളും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലാണ് സബ്സോണിക്. സബ്സോണിക് എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ വേഗതയേക്കാളും കുറഞ്ഞത്. സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ വേഗതയുടെ 2 ഇരട്ടി. ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ 5 ടൈംസ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നിർഭയ സബ്സോണിക് ക്രൂയിസ് മിസൈൽ ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് സാഗരികയാണ്. സാഗരിക നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ കിട്ടും അല്ലെ. സാഗരിക നമ്മുടെ സമുദ്രമായിട്ട് അല്ലെ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്ന മിസൈലാണ് സാഗരിക. അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്ന മിസൈൽ ഏതാണ്? സാഗരിക. ഇനി സാഗരികയുടെ തന്നെ ഒരു ലാൻഡ് വേരിയന്റ് ആണ് ശൗര്യ കേട്ടോ. ശൗര്യ. അപ്പൊ സാഗരിക, ശൗര്യ. സാഗരികയുടെ ലാൻഡ് വേരിയന്റ് ആണ് ശൗര്യ. സർഫസ് ടു സർഫസ് സൂപ്പർസോണിക് മിസൈൽ ആണ് ഈ പറഞ്ഞിട്ടുള്ള ശൗര്യ. സർഫസ് ടു സർഫസ് ആണ് കേട്ടോ. സർഫസ് ടു സർഫസ് സൂപ്പർസോണിക് മിസൈൽ ആണ് ശൗര്യ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് വേഗം മനസ്സിലാക്കിയോണ്ട്, നാഗിന്റെ പതിപ്പ് എന്തായിരുന്നു? ഹെലിന. നാഗവും എലി എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ധ്രുവസ്ത്ര എന്ന് പറയുന്ന എയർക്രാഫ്റ്റിൽ നിന്ന് ടാങ്ക് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ബ്രഹ്മോസ് മിസൈൽ ഓർമ്മയുണ്ടോ? ബ്രഹ്മപുത്രയും മോസ്കോ നദിയിലും രണ്ടിന്റെയും പേര് ചേർന്നിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറഞ്ഞുള്ള പേര് വന്നിട്ടുള്ളത്. പേര് നൽകിയിട്ടുള്ള APJ അബ്ദുൽ കലാം അല്ല. അതിന്റെ വിക്ഷേപണ പരിധി എന്ന് പറഞ്ഞാൽ 300 കിലോമീറ്റർ ടു 500 കിലോമീറ്റർ ആണ്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ്. അപ്പൊ അതിന്റെ വിക്ഷേപണ പരിധി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിർഭയ, ഭയം ഇല്ലാണ്ട് തന്നെ 1000 കിലോമീറ്റർ ആയെന്ന് ആലോചിക്കുക കേട്ടോ. സബ്സോണിക് ക്രൂയിസ് മിസൈൽ ആണ്. സബ്സോണിക് ആണ്. പിന്നെ സാഗരിക അത് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്ന മിസൈലാണ്. സാഗരികയുടെ തന്നെ ലാൻഡ് വേരിയന്റ് ആണ് നമ്മുടെ ശൗര്യ എന്ന് പറയുന്നത്. ഇത്ര ഓക്കെയാണല്ലോ. ഇനി അടുത്ത് നോക്കാം. അസ്ത്ര എന്ന് പറയുന്നത് എയർ ടു എയർ മിസൈൽ സംവിധാനമാണ് കേട്ടോ. എയർ ടു എയർ മിസൈൽ സംവിധാനമാണ് അസ്ത്ര. ഇനി അസ്മി എന്താ? DRDO വികസിപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ പിസ്റ്റൽ ആണ് അസ്മി. എന്താണ്? DRDO വികസിപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ പിസ്റ്റൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അസ്മി ആണ്. അസ്മി കേട്ടോ. ഇനി ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഇന്ത്യയുടെ യുദ്ധ ടാങ്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അർജുൻ MK-1A ആണ് കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഇന്ത്യയുടെ യുദ്ധ ടാങ്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അർജുൻ MK-1A ആണ്. അപ്പൊ നമ്മുടെ അർജുൻ യുദ്ധവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ? യുദ്ധ ടാങ്ക് ആണ് കേട്ടോ. അർജുൻ MK-1 ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച യുദ്ധ ടാങ്ക്. DRDO വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യ പിസ്റ്റൾ ഏതാ? അസ്മി. അസ്ത്ര എന്ന് പറയുന്നത് എന്താ? എയർ ടു എയർ മിസൈൽ സംവിധാനമാണ്. അടുത്ത് പ്രഹാറാണ്. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കണക്ഷൻസ് തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ കേൾക്കുക. പ്രഹാർ എന്ന് പറയുന്നത് സർഫസ് ടു സർഫസ് മിസൈൽ ആണ് കേട്ടോ. പ്രഹാർ എന്ന് പറയുന്നത് സർഫസ് ടു സർഫസ് മിസൈൽ. അടുത്ത സിന്ധു നേത്ര, അത് പഠിച്ചു വെച്ചേക്കുക. സിന്ധു നേത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് അല്ലെ. അപ്പൊ നിരീക്ഷണത്തിനായിട്ടാണ് കേട്ടോ. എവിടെ നിരീക്ഷണം? ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കപ്പൽ നിരീക്ഷണത്തിനായിട്ട് DRDO വികസിപ്പിച്ചിട്ടുള്ള ഉപഗ്രഹമാണ് സിന്ധു നേത്ര. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കപ്പൽ നിരീക്ഷണം അല്ലെ, നിരീക്ഷണത്തിനായിട്ട് DRDO വികസിപ്പിച്ചിട്ടുള്ള ഉപഗ്രഹമാണ് സിന്ധു നേത്ര.
അടുത്ത അഗ്നി പ്രൈം ആണ്. 2021 ഇന്ത്യ വികസിപ്പിച്ചു. അഗ്നിയുടെ ഏറ്റവും പുതിയ മോഡലാണ് അഗ്നി പ്രൈം കേട്ടോ. 2021 ഇന്ത്യ വികസിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പോയിന്റ്സുകളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവന്ന അസ്ത്ര എയർ ടു എയർ ആണ്. അസ്മി എന്ന് പറയുന്നത് പിസ്റ്റൽ ആണ്, ആദ്യ പിസ്റ്റൽ ആണ് അല്ലെ. DRDO വികസിപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ പിസ്റ്റൽ ആണ്. അർജുൻ MK1 അർജുൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ യുദ്ധവുമായിട്ട് കണക്ട് ചെയ്യാം. ഇന്ത്യയുടെ യുദ്ധ ടാങ്ക്, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഇന്ത്യയുടെ യുദ്ധ ടാങ്ക് ആണ്. പ്രഹാർ എന്തായിരുന്നു? സർഫസ് ടു സർഫസ് മിസൈൽ ആണ്. സിന്ധു നേത്രം നിരീക്ഷണം അല്ലെ, എവിടെയാ? ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കപ്പൽ നിരീക്ഷണത്തിനായിട്ട് DRDO വികസിപ്പിച്ച ഉപഗ്രഹമാണ്. അഗ്നി പ്രൈം എന്താ? 2021 ഇന്ത്യ വികസിപ്പിച്ചു. അഗ്നിയുടെ ഏറ്റവും പുതിയ മോഡലാണ് അല്ലെ. അടുത്ത് നോക്കാം, രുദ്രമാണ്. രുദ്രം 1 എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യ ആന്റി റേഡിയേഷൻ മിസൈൽ ആണ്. ഓക്കെ, അപ്പൊ രുദ്രത്തിന്റെ 6ഉം റേഡിയേഷന്റെ 6ഉം കൂടെ ഓർത്ത് വെച്ചേക്കാട്ടോ. ആദ്യ ആന്റി റേഡിയേഷൻ മിസൈൽ ആണ് രുദ്രം. അടുത്ത പിനാക്കയാണ്. പിനാക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, പിനാക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ. അപ്പൊ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ ഏതാണ്? പിനാക്ക. ഇന്ത്യയിലാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ഡെവലപ്ഡ് ബൈ DRDO. ഇനി DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള COVID-19 ആന്റിബോഡി ഡിറ്റക്ഷൻ കിറ്റ് ഏതാ? ഡിപ് കൊവാൻ ആണ്. ഡിപ് കൊവാൻ അല്ലെ, നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തിട്ടൊക്കെയാണെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. ആന്റിബോഡി ഡിറ്റക്ഷൻ കിറ്റ് ഡിപ് കൊവാൻ ആണ്. അതേപോലെ തന്നെ DRDOയുടെ ഓറൽ ഡ്രഗ് ഫോർ കോവിഡ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ 2DG ആണ് കേട്ടോ. 2DG ഓറൽ ഡ്രഗ് ഫോർ കോവിഡ് ഏതാണ്? 2DG. അപ്പൊ രുദ്രം ആന്റി റേഡിയേഷൻ മിസൈൽ ആണ്. പിനാക്ക നമ്മൾ പിന്നിലാവില്ല, കാരണം നമ്മുടെ കയ്യിൽ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ ഉണ്ടെന്ന് ആലോചിക്കാം. മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ. പിന്നെ DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള COVID-19 ആന്റിബോഡി ഡിറ്റക്ഷൻ കിറ്റ് ആണ് ഡിപ്കോവാൻ. DRDOയുടെ ഓറൽ ഡ്രഗ് ഫോർ കോവിഡ് ആണ് 2DG. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് DRDOനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് നോട്ട് ചെയ്യുക, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ സെറ്റ് ആയിക്കോളും, ടെൻഷൻ ഒന്നും അടിക്കേണ്ട. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെ സംയോജിപ്പിച്ചാണ് DRDO രൂപീകരിച്ചത്? അപ്പൊ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ എന്റെ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. ഇതിനകത്ത് 1, 2, 4 ആണ് ശരി. ഓക്കെ, 1, 2, 4. അപ്പൊ ഏതൊക്കെയാണ് സംഘടനകൾ എന്നുള്ളത് നോക്കാം. TDE എന്ന് പറഞ്ഞാല് ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്ത്യൻ ആർമി കേട്ടോ. ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. പിന്നെ DTDP എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ DSO എന്ന് പറഞ്ഞാൽ ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. അപ്പൊ TDE, DTDP, DSO ഓർത്ത് വെച്ചേക്കണേ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് DRDOയുടെ ദൗത്യങ്ങൾ? മിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ സിലബസിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് DRDOയുടെ വിഷനും മിഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എന്റെ വിഷൻ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ടീച്ചർ ആവാന്നുള്ളതാണ് എന്റെ വിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് എന്റെ മിഷൻ എന്ന് പറയുന്നത്. അതേപോലെ DRDOയുടെ മിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. രാജ്യത്തിന്റെ പ്രതിരോധ സേവനങ്ങൾക്കായി അത്യാധുനിക സെന്ററുകൾ, ആയുധ സംവിധാനങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയുടെ രൂപകൽപ്പനയും വികസനവും. അത് കറക്റ്റാണ്, അത് DRDOയുടെ മിഷൻ ആണ് കേട്ടോ. ഇനി രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കും സേവനങ്ങൾക്കുമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളും ഗുണനിലവാരമുള്ള മനുഷ്യശേഷിയും തദ്ദേശീയ സാങ്കേതിക അടിത്തറയും വികസിപ്പിക്കുക. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കും സേവനങ്ങൾക്കുമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഗുണനിലവാരമുള്ള മനുഷ്യശേഷിയും തദ്ദേശീയ സാങ്കേതിക അടിത്തറയും വികസിപ്പിക്കുക എന്നുള്ളതും കറക്റ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? സൈനികരുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും പോരാട്ട ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനും സാങ്കേതിക പരിഹാരങ്ങൾ നൽകുന്നു. അതും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ 3 പോയിന്റ്സുകൾ കറക്റ്റ് ആണ്. ഇനി നമുക്ക് 4ാമത്തെ പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ അറ്റോമിക ധാതുക്കളുടെ സാധ്യതകൾ ഏറ്റെടുക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാവസായിക തലത്തിൽ ഉപയോഗിക്കുന്നതിനും അത്തരം ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നതിനും. അപ്പൊ ഇത് തെറ്റാണ്. ഇത് എന്തിന്റെ ആയിരുന്നു? നമ്മുടെ അറ്റോമിക് എനർജി കമ്മീഷന്റെ മിഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്തുള്ള ആദ്യത്തെ 3 പോയിന്റ്സുകളാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? 1, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ സേവനങ്ങൾക്കായിട്ട് അത്യാധുനിക സെന്ററുകളും പിന്നെ സംവിധാനങ്ങളും, ആയുധ സംവിധാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മാൻ പവർ ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ DRDOയുടെ മിഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പൊ തെറ്റ് വേണം കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. വിഖ്യാത ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായ് ആയിരുന്നു IGMDP പദ്ധതിയുടെ നേതാവ്. ആയിരുന്നോ? അല്ല, തെറ്റാണ് അല്ലെ. ആരായിരുന്നു? അതിന്റെയൊക്കെ ഒരു ആശയാവിഷ്കരണം അല്ലെങ്കിൽ അതിന്റെയൊക്കെ പുറകിലുള്ള ഒരു ബ്രെയിനൊക്കെ ആരുടെ ആയിരുന്നു? APJ അബ്ദുൽ കലാമിന്റെ ആണ് അല്ലെ.
ഇനി അടുത്ത പോയിന്റ്, IGMDP 1970 ജൂലൈ 26 ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകാരം ഔപചാരികമായിട്ട് ലഭിച്ചു. തെറ്റാണ്. 1970 അല്ല, 1983 ആണ് കേട്ടോ. 1983 ജൂലൈ 26 ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഓർത്ത് വയ്ക്കുക, 1983. അടുത്തത്, IGMDP കീഴിൽ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് പൃഥ്വി, അഗ്നി, ആകാശ്, ത്രിശൂൽ ആൻഡ് നാഗ്. അത് കറക്റ്റ് ആണ് അല്ലെ. ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ? ഇതുമാണ് തെറ്റ്. ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ആണ് തെറ്റ്. കിട്ടിയോ? ഓക്കെ, അടുത്തൊരു മാച്ച് ദി ഫോളോയിങ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ആദ്യം തന്നെ സർഫസ് ടു സർഫസ്. സർഫസ് ടു സർഫസ് ഏതായിരുന്നു? പൃഥ്വി. നമ്മൾ പറഞ്ഞു നമ്മുടെ ഭൂമി അല്ലെ, ഭൂമിനകത്തുള്ള സർഫസ്. അങ്ങനെ ഒന്ന് ആലോചിക്കുക കേട്ടോ. സർഫസ് ടു സർഫസ് പൃഥ്വിയാണ്. ഇനി സർഫസ് ടു എയർ. സർഫസ് ടു എയർ ഏതായിരുന്നു? ആൻസർ ആകാശ്. ആകാശം എന്ന് പറയുമ്പോൾ സർഫസിൽ നിന്ന് എയറിലേക്ക് ആലോചിക്കുക അല്ലെ. ആകാശ്. ആകാശം അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു പറഞ്ഞ കൂടി ഉണ്ടായിരുന്നല്ലോ, തൃശ്ശൂലൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അടുത്തത് എയർ ടു എയർ. എയറിൽ നിന്ന് എയറിലേക്ക്. അതേതായിരുന്നു? അസ്ത്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അസ്ത്രയാണ് എയർ ടു എയർ കേട്ടോ. അടുത്തത് നമ്മുടെ നാഗ്. നാഗ് എന്തായിരുന്നു? ആന്റി ടാങ്ക് മിസൈൽ അല്ലെ. നാഗിന്റെ തന്നെ വേറൊരു പതിപ്പ് ഏതാ? ഹെലിന എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മുടെ ടാങ്കിനകത്ത് നാഗത്തിനെ കണ്ടു, പിന്നെ നാഗം എലീന കഴിക്കും. അപ്പൊ നാഗത്തിന്റെ തന്നെ വേറൊരു പതിപ്പാണ് ഹെലിന എന്നുള്ളതൊക്കെ ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഹെലികോപ്റ്റർ ലോഞ്ചർ നാഗാണ് ഹെലിന എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. DRDOയും അതുപോലെ തന്നെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത മിസൈൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ MR SAM ആണ് കേട്ടോ. MR SAM. MR SAM എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് ഓർത്ത് വെച്ചേക്കാം, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സാം, സർഫസ് ടു എയർ മിസൈൽ ആണ്. മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ DRDOയും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ MR SAM ആണ്. അടുത്ത ചോദ്യം, DRDOയുടെ ആദ്യ വനിതാ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ J. മഞ്ജുളയാണ് കേട്ടോ. DRDOയുടെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ്? J. മഞ്ജുള. ഏഴാമത്തെ ചോദ്യം, DRDO സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1958 DRDO രൂപീകരിച്ചത്. കറക്റ്റ് ആണ്, നമ്മൾ പറഞ്ഞിരുന്നു ഡിഫൻസ് വീക്ക് ആണെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും അല്ലെ. അപ്പൊ 1958 DRDO രൂപീകരിച്ചത്. മുദ്രാവാക്യം ശക്തിയുടെ ഉത്ഭവം ശാസ്ത്രത്തിലാണ്. അതും കറക്റ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ സൈനിക സംബന്ധമായിട്ടുള്ള സാങ്കേതിക വിദ്യാ വികാസത്തിന്റെ ചുമതലയുള്ള ഗവേഷണ സ്ഥാപനമാണ് DRDO. അതും ശരിയാണ് അല്ലെ. മെയിൻ ആയിട്ട് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്, പ്രതിരോധം, അതിനകത്ത് റിസർച്ചും ഡെവലപ്മെന്റും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് നോട്ടൊക്കെ എഴുതി ഒന്ന് വായിച്ച് സെറ്റ് ആക്കുക കേട്ടോ. അപ്പൊ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറയണ്ടല്ലോ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.